അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു KSUവിൻ്റെ ഒരു ജില്ലാ പ്രസിഡൻറ്റ് എന്നെപ്പോലെ ഒരാൾക്കെതിരായിട്ട് ഫേസ് പോസ്റ്റ് ഇട്ടിട്ട് അത് മുഴുവൻ ചാനലുകളിൽ അത് ക്യാരി ചെയ്യിപ്പിച്ച് കേരളത്തിലെമ്പാട് UDFിനുണ്ടായ വിജയത്തിൻ്റെ ശോഭ കെടുത്തുകയാണ് ചെയ്തത്. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഈ പത്തനാപുരത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മത്സരിച്ച് തോറ്റ ആളിൻ്റെ ശുപാർശയിൽ ഇയാളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയില്ല, കൊട്ടാര കോളേജിൽ കുട്ടികൾക്കറിയില്ല, ആർക്കും അറിയാത്ത ഒരാൾ KSU ജില്ലാ പ്രസിഡൻ്റായി വന്നു. എന്നിട്ട് KSU ജില്ലാ പ്രസിഡൻ്റാക്കിയതിനു ശേഷം അയാളെ കൊട്ടാരയിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് കൊടിക്കുന്ന് സുരേഷിനെതിരായിട്ട് പ്രവർത്തിച്ചോളാൻ നിർദ്ദേശം നൽകി. നമ്മളെയൊക്കെ വെല്ലുവിളിക്കുക, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് ധിക്കാരപരമായി സംസാരിക്കുക, അത് DC ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കൈ ചൂണ്ടിയും വിരൽ ചൂണ്ടിയും ധിക്കാരപരമായി സംസാരിക്കുക, ഇതൊക്കെയാണ് KSUവിൻ്റെ ശൈലി. ഇപ്പോൾ KSUവിൻ്റെ നേതാവിൻ്റെ ശൈലി ഇതൊക്കെയാണ്. ആരുടെ ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? അത് ഫേസ്ബുക്കിൽ കുറിക്കാനും അല്ലെങ്കിൽ റീൽസ് ഇടാനും വാട്സപ്പിൽ കൂടി സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. നിങ്ങളോട് മാത്രമാണ് ഈ വസ്തുത ഞാൻ മാധ്യമങ്ങളിൽ നിങ്ങളോട് മാത്രമാണ്, മീഡിയ വിഷനോട് മാത്രമാണ് ഈ വസ്തുത ഞാൻ പറയുന്നത്. നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസ്ഥയാണ്. കൊട്ടാരക്കരയിൽ അത്തരത്തിലുള്ള നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി ശ്രീ ബഹുമാന്യനായ കൊടിക്കുന്ന് സുരേഷ് MP ആണ്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പിന്നീടുള്ള വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെ വിലയിരുത്തുന്നു ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് തകർപ്പൻ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതീക്ഷകളേക്കാൾ കൂടുതൽ വിജയമാണ് UDF കരസ്ഥമാക്കിയത്. UDFിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത് 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 10 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ അലയടിച്ചേ? തീർച്ചയായും ഭരണവിരുദ്ധ വികാരം നേരത്തെ തന്നെ കേരളത്തിലുണ്ട്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 18 UDF വിജയിച്ചു, ഒരിടത്ത് BJP വിജയിച്ചു. അങ്ങനെ മൊത്തത്തിൽ 19 ലോക്സഭാ സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ടു. അത് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സൂചനയാണ്. അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാടും നിലമ്പൂരും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ആ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും ജനവിധി ഇടതുപക്ഷത്തിന് എതിരായി. അതോടൊപ്പം തന്നെ അതിനുശേഷം നടന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും LDFന് വലിയ പരാജയമാണ് നേരിട്ടത്, കനത്ത പരാജയം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പാണ്. UDF 10 വർഷത്തെ LDFിൻ്റെ ഭരണ മേധാവിത്വം അവസാനിപ്പിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരാൻ 2020ലും പാർലമെൻറ്റിലെ UDFനായിരുന്നു വിജയം. പക്ഷേ നിയമസഭ വന്നപ്പോൾ തന്നെ തിരിച്ചു പറഞ്ഞു. 2020 UDFന് പരാജയം ഉണ്ടായത് ശരിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായി. 2020 ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പരാജയം ഉണ്ടായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2019 വിജയിച്ചുവെങ്കിലും പിന്നീട് 20 വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനെ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം കോവിഡാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്ത് LDF സർക്കാർ നടപ്പാക്കിയ ചില നടപടികൾ അത് സാധാരണക്കാരെ കിറ്റ് കൊടുത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാധാരണക്കാരെ ഒരുപാട് അത് സ്വാധീനിച്ചു. ആ സ്വാധീനമാണ് അവർക്ക് അനുകൂലമായത്. ലോക്കൽ ബോഡി ഇലക്ഷനിലും ഞങ്ങൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. പാർലമെൻറ്റും ലോക്കൽ ബോഡിയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതിലെല്ലാം തന്നെ UDF മേധാവിത്വം നേടിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയും.
പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ യു ഡി എഫും കണക്ക് കൂട്ടുന്ന പോലെ 100 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരം. ഈ സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫിന് മികച്ച ഒരു മുന്നേറ്റം ഉണ്ടായപ്പോഴും കൊട്ടാരക്കരയിൽ അത് പ്രതിഫലിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, സംസ്ഥാനത്തൊട്ടാകെ എന്ന് മുന്നേറ്റം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ചില ജില്ലകളിൽ യു ഡി എഫിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ ഇപ്പോൾ കൊല്ലത്ത് കോർപ്പറേഷൻ ജയിച്ചപ്പോഴാണ് നമുക്ക് ജില്ലയിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച പഞ്ചായത്തുകൾ ഏതാണ്ട് 15 പഞ്ചായത്തുകളിൽ നിന്ന് ഏതാണ്ട് 35-40ഓളം പഞ്ചായത്തുകളിലേക്ക് യു ഡി എഫ് ജയിച്ചു വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് 3 ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറി. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തവണ 10 സീറ്റായിട്ട് വർദ്ധിച്ചു. അപ്പോൾ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലായിരുന്നു, ഇത്തവണ കരുനാഗപ്പള്ളിയാണ് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജില്ലയിൽ യു ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ കൊട്ടാരക്കര, പുനലൂര്, അതുപോലെ തന്നെ കുന്നത്തൂർ, ചാത്തന്നൂർ ഈ നിയോജകമണ്ഡലങ്ങളിൽ നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എന്താണ് എന്നുള്ളത്, ഇത്രയും വലിയ അനുകൂലമായ തരംഗമുണ്ടായിട്ടും ഈ 4 നിയോജകമണ്ഡലങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയും പരിശോധിക്കും, വിലയിരുത്തപ്പെടും, അതിന് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. കൊട്ടാരക്കര നഗരസഭയിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് മുന്നോട്ട് പോകുമെന്നായിരുന്നു പ്രതീക്ഷ, പക്ഷേ അതുണ്ടായില്ല. അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും വലിയൊരു മുന്നേറ്റം മൈലം പഞ്ചായത്ത് പ്രതീക്ഷിച്ചാണ് കിട്ടിയില്ല. കുളക്കടയിൽ വലിയ മുന്നേറ്റം ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പിന്നോട്ട് പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ഒന്ന്, ഇപ്പോൾ ഉമ്മന്നൂർ ഒപ്പത്തിനൊപ്പമാണ്, തുല്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുറകിലായിരുന്നു, ഇത്തവണ തുല്യത്തില്ലേ. കുളക്കടയിൽ 9 സീറ്റ് എൽ ഡി എഫ്, ഇപ്പോൾ ഞങ്ങൾ 8 സീറ്റിൽ യു ഡി എഫ് തൊട്ടടുത്ത് തന്നെയുണ്ട്. 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. ഉമ്മന്നൂരിൽ തുല്യമാണ്. നമുക്ക് ഒരു തിരിച്ചടി ഉണ്ടായത് മൈലത്താണ് ഒരു തിരിച്ചടി. മുനിസിപ്പാലിറ്റിയിൽ 7 സീറ്റാണ് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. എന്നാൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിലെ ഒരു 14 സീറ്റിൻ്റെ ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങളുടെ കണക്കുകൾ തെറ്റിയത് ചില വാർഡുകളിൽ ഉണ്ടായ യു ഡി എഫ് 100% ജയിക്കുമെന്ന് വിചാരിച്ച ചില വാർഡുകളുണ്ടായ പരാജയം. അതിലൊന്ന് 4-ാം വാർഡ്. ഞങ്ങൾ 4-ാം വാർഡ് പരാജയപ്പെട്ടത് ഏതാണ്ട് 7 വോട്ടിനാണ്. അതുപോലെ തന്നെ തോട്ടം മുക്കെന്ന് പറയുന്ന അതിൽ 1 വോട്ടിനാണ്, 3 വോട്ടിനാണ് വോട്ട്. അതോടൊപ്പം തന്നെ 2-ാം വാർഡിൽ തോൽക്കുന്നത് 12 വോട്ടിനാണ്. ഇങ്ങനെ 4-5 വാർഡുകളിൽ യു ഡി എഫ് 10-നും 15-നും ഇടയിലുള്ള വോട്ടുകളിലാണ് 4 വാർഡുകൾ ഞങ്ങൾക്ക് തോൽവിയുണ്ടായത്. അപ്പോൾ അത് തോൽവി 1 വോട്ടായിരുന്നാലും 10 വോട്ടായിരുന്നാലും തോൽവിയാണ്. പക്ഷേ ഞങ്ങൾ പരമാവധി പ്രവർത്തിച്ചു, പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിച്ചു. എന്നാൽ കൊട്ടാരക്കരയിൽ ഞങ്ങൾക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ട്. ഇവിടെ കൊട്ടാരക്കരയിൽ എപ്പോഴും യു ഡി എഫ് ജയിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്ന ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയും കൂടി ചേരുമ്പോഴാണ് ഇവിടെ യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് മുന്നണി വിട്ട് യു ഡി എഫ് മുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് പോയതോടുകൂടി നമുക്ക് ഇവിടെ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സഖ്യകക്ഷി ഇല്ലാത്തതിൻ്റെ കുറവുണ്ട്. അതെ, ഇപ്പോൾ യു ഡി എഫ് ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ഞങ്ങളോടൊപ്പം കോൺഗ്രസിനോടൊപ്പമുള്ള ഘടകകക്ഷികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജെയാണ്. അത് ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലോ ഈ മുനിസിപ്പാലിറ്റിയിലോ അവർക്ക് കാര്യമായ ആളുകളോ സംഘടനാ ബലമില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഇവിടെ യാതൊരു വേരോട്ടവും ഇല്ല. RSP പേരിന് വേണ്ടി 3, 4, 5 പേര് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. എന്നാൽ ഞങ്ങൾ എതിർക്കപ്പെടുന്ന LDF എന്ന് പറഞ്ഞാൽ CPM CPIയും ശക്തമായ അടിത്തറയുള്ള 2 ഇടതുപക്ഷ പാർട്ടികളാണ്. അവരോടൊപ്പം കേരള കോൺഗ്രസ്
ബിയും കൂടി ചേർന്നപ്പോൾ അവർക്ക് ഇവിടെ ഒരു മേധാവിത്വം ഉണ്ടായിട്ടുണ്ട്. ആ മേധാവിത്വം മറികടക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയാണ്, ഈ ലോക്കൽ ബോഡിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അത് ഉമ്മന്നൂരായിരുന്നാലും അതുപോലെ തന്നെ കുളക്കടയായിരുന്നാലും മൈലത്തായിരുന്നാലും ഇത് തന്നെ സംഭവിച്ചു. പിന്നെ ബി ജെ പിയുടെ വരവ്, ബി ജെ പി അപ്രതീക്ഷിതമായി യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ബി ജെ പി വോട്ട് പിടിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ യു ഡി എഫിൻ്റെ വോട്ടുകളാണ്, പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുണ്ട്. പിന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കുവാനും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ തോൽപ്പിക്കാനും വേണ്ടി പല വാർഡുകളിലും ബി ജെ പിയും സി പി എമ്മും അതോടൊപ്പം സി പി ഐ, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് കക്ഷികൾ രഹസ്യമായി അവർ ധാരണയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ധാരണയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അതിൻ്റെ വോട്ടിങ്ങിൻ്റെ നില പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്താ, അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി 100% ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് റെയിൽവേ സ്റ്റേഷനോട്ട്. അവിടുത്തെ വോട്ടെടുത്ത് നോക്കിയാൽ എൽ ഡി എഫിൻ്റെ വോട്ട് കാണാനില്ല. അവിടെ ബി ജെ പിക്ക് ആണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അവിടെ ബി ജെ പി ആണ് ജയിച്ചത്. ഞങ്ങളുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ കാണാനില്ല. അതുപോലെ കടലാവളയിൽ ബി ജെ പി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി 50 വോട്ടോ 60 വോട്ടോ പിടിച്ചിട്ടുള്ളൂ. ബാക്കി വോട്ട് അവിടെ വിമതനായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് അവർ പോയി. ബി ജെ പിയും ആ വിമതനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും അതോടൊപ്പം പഞ്ചായത്തുകളിലും, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലും വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ ഏകീകരണമാണ് യു ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പ് സഹായിച്ചത്. പക്ഷേ കൊട്ടാരക്കരയിൽ ആ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല, യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടില്ല. ഉദാഹരണമായിട്ട് 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ് മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളാണ്. ആ 3 വാർഡുകളും യു ഡി എഫ് തോറ്റു. 30-ാം വാർഡ് മുസ്ലിം ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള വാർഡാണ്. അവിടെയും യു ഡി എഫ് തോറ്റു. അതുപോലെ തന്നെ ചന്ദ്ര എന്ന് പറയുന്ന വാർഡിൽ ഒരു 150 അവർ ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് വോട്ട് ചെയ്ത് യു ഡി എഫ് അവിടെ ചെയ്യും. പക്ഷേ അതുണ്ടായില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ മൈനോറിറ്റി ബൂത്തുകളിൽ യു ഡി എഫിന് വോട്ട് ലഭിച്ചില്ല. ഞാനവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ച് എനിക്ക് അവിടെ ഞാൻ പുറകിലായിരുന്നു. അവിടെയെല്ലാം എൽ ഡി എഫാണ് ലീഡ്. അപ്പോൾ ഇടതുപക്ഷത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച് കേരളത്തിലെമ്പാടും നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം മൈനോറിറ്റി കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി കൊട്ടാരക്കരയിൽ അവർ യു ഡി എഫിനെ സഹായിക്കുകയും യു ഡി എഫിന് വോട്ട് ചെയ്യുകയും ചെയ്യുന്നില്ല. അവർ ഇടതുപക്ഷത്തെ സഹായിക്കുകയും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ആ ഒരു ട്രെൻഡില്ലായിരുന്നെങ്കിൽ 1 മുതൽ 3 വരെയുള്ള ബൂത്തുകൾ യു ഡി എഫിന് ജയിച്ചു വരാൻ പറ്റുമായിരുന്നു. അത് വന്നില്ല. ഞങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. ഷൂജ ജസീമിനെ നിർത്തി. 3 പ്രാവശ്യം കൗൺസിലറായ ഷൂജ ജസീം തോറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അവിടെ ഒരു വനിതയാണ് കൊണ്ട് നിർത്തിയത്, അവിടെ തോറ്റു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷ പുലർത്തിയ ആ വാർഡുകളിൽ തോറ്റു എന്നത് വളരെ അധികം ഗൗരവമായി കാണാൻ. അതാണ് ഞാൻ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം കൊട്ടാരക്കരയിൽ അതിന് എൽ ഡി എഫിനാണ് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായത്. പിന്നെ ഈ ക്രിസ്ത്യൻ വാർഡുകളിൽ ഞങ്ങളുടെ 3-4 സ്ഥാനാർത്ഥികൾ തോറ്റു. അതിൻ്റെ പ്രയോജനം ലഭിച്ചത് കേരള കോൺഗ്രസ് ബിക്കാണ്. അതിന് കാരണം ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരിക്കുമ്പോൾ ആ ബാലകൃഷ്ണപിള്ളയോടും ആ പാർട്ടിയോടും കൂറും കടപ്പാടുമുള്ള കുറേ ഫാമിലികൾ ഇവിടെ ഉണ്ട്. അവർ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അത്തരം ആ ബാലകൃഷ്ണപിള്ള സാറിനോട് കൂറ് പുലർത്തിയിട്ടുള്ള കടപ്പാട് ഉള്ള ആ ഫാമിലികളെല്ലാം തന്നെ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരം അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കൊട്ടാരക്കരയിൽ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ ചില വാർഡുകളിൽ കേരള കോൺഗ്രസ് ബി ജയിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ മറ്റു വാർഡുകളിലെല്ലാം
കേരള കോൺഗ്രസ് ബി ഇല്ലാത്ത വാർഡുകളിലെല്ലാം കോൺഗ്രസ് ജയിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇനി പടിഞ്ഞാറൻ മേഖലയിൽ, അതായത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറൻ മേഖല, അതായത് പടിഞ്ഞാറ്റിങ്കര റെയിൽവേ സ്റ്റേഷൻ, നീലേശ്വരം, അമ്മമുക്ക്, അമ്പലപ്പുറം, കാടാംകുളം, ഇവിടെയൊക്കെ കോൺഗ്രസും കേരള കോൺഗ്രസും ഒരുമിച്ച് മുന്നണി നിൽക്കുമ്പോൾ അവിടെ ഈ ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ളയിലൂടെയാണ് UDFന് കിട്ടിക്കൊണ്ടിരുന്നത്, അവരുടെ പാർട്ടി കേരള കോൺഗ്രസ്. എന്നാൽ മൈനോറിറ്റി ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി കോൺഗ്രസിലൂടെയും ഏകീകരിച്ചാണ് ഇവിടെ ആ ഒരു രസതന്ത്രത്തിലാണ് കൊട്ടാരക്കരയിൽ UDF ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് ബി വിട്ടുപോയതിന് ശേഷം ഈ ഭൂരിപക്ഷ സമുദായങ്ങൾ താമസിക്കുന്ന കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം കേരള കോൺഗ്രസിൻ്റെ വോട്ട് കൂടി LDFിലേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ കാര്യമായ വിജയം ഉണ്ടാകാനില്ല. ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന 7 വാർഡ് ക്രിസ്ത്യൻ വാർഡുകളാണ്, 7 കൗൺസിലർമാരും ക്രിസ്ത്യൻ കൗൺസിലർമാരാണ്. എന്നാൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥികളാരും ജയിച്ചിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങളെ പരിശോധനയ്ക്ക് ഞങ്ങൾ വിധേയമാക്കേണ്ടതാണ്. BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, LDFന് വോട്ട് ചെയ്യുന്നുണ്ട്, അവർ കോൺഗ്രസ്സിന് ചെയ്യുന്നില്ല. അമ്പലപ്പുറം, ആലുംപാറ, അതുപോലെ തന്നെ അമ്മമുക്ക്, നീലേശ്വരം, പടിഞ്ഞാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ, ഗാന്ധിമുക്ക്, ഈ ടൗൺ വാർഡ്, ഇവിടെയൊന്നും കോൺഗ്രസ്സിന് വീഴുന്നില്ല. അതുപോലെ തന്നെ കിഴക്കേക്കര, ഇവിടെയൊന്നും ഈ കുലശേഖരനെല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കോൺഗ്രസ്സിന് UDFന് വോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വോട്ടിൽ നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് തീർച്ചയായും UDFൻ്റെ ഒരു വിജയ സാധ്യത ഇല്ലാതാക്കുന്ന ഘടകമാണ് വസ്തുതപരമായി വിലയിരുത്തേണ്ടത്. ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി? ഇപ്പോൾ തോമസ് അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് കടലാവളയിൽ. അതേപോലെ തന്നെ UDFന് സ്വന്തമാക്കാനും സീറ്റായിരുന്നു പൂവറ്റൂർ. അവിടെ സുരേന്ദ്രൻ എല്ലാവരോടും എതിരിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് ഇല്ല. സ്ഥാനാർത്ഥി പറയുക, ഇപ്പോൾ കടലാവളയിൽ നമ്മൾ നിലവിലുള്ള സിറ്റിംഗ് മെമ്പർ ജോളി വർഗീസ്, അന്തരിച്ച പൊടിയൻ വർഗീസിൻ്റെ വൈഫാണ്. അവരോട് നമ്മൾ സംസാരിച്ചു, തോമസിന് അവിടെ സീറ്റ് കൊടുക്കണം, അവരോട് മറ്റൊരു വനിതാ വാർഡിൽ മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പൊടിയൻ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഈ കാത്തു സൂക്ഷിച്ച ഒരു വാർഡാണ് കടലാവള വാർഡ്. ആ വാർഡ് വിട്ട് മറ്റൊരിടത്ത് പോയി മത്സരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവരെ മത്സരിക്കുന്നെങ്കിൽ അവർ ഈ വാർഡിലെ മത്സരിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ പൊടിയൻ വർഗീസ് UDFിലും കോൺഗ്രസ്സിലും അവസാനമായി കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ള സാറ് LDFിൽ പോകാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തപ്പോൾ കൊട്ടാരക്കരയിലെ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന, ഏറ്റവും അടുപ്പക്കാരനായിരുന്ന ശ്രീ പൊടിയൻ വർഗീസ് ബാലകൃഷ്ണപിള്ള സാറിനോടൊപ്പം പോകാതെ കോൺഗ്രസ്സിലേക്ക് വരികയും അവസാന നാളുകളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്യുന്ന ആളാണ്, KPC എക്സിക്യൂട്ടീവിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, കമ്മിറ്റ്മെൻറ്റുണ്ട്. അദ്ദേഹം അന്തരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും ബന്ധുക്കളുമുള്ള ആ വാർഡിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ നിഷേധിക്കുന്നത് സംഘടനാപരമായി ശരിയല്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആ സീറ്റ് കൊടുക്കേണ്ടത്. ഒപ്പം തോമസിനോട് ഞങ്ങൾ പറഞ്ഞു, തോമസിനോട് മറ്റേതെങ്കിലും UDF വാർഡിൽ മത്സരിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ തോമസ് അതിന് തയ്യാറായില്ല. തോമസ് പറഞ്ഞു, എനിക്ക് കടലാവള സീറ്റ് തന്നേ പറ്റൂ, അവിടെ മത്സരിച്ചേ പറ്റൂ. ഞങ്ങൾ ETC മത്സരിക്കൂ, അല്ലെങ്കിൽ അമ്പലപ്പുറത്ത് വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർഡ് നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞ് തോമസ് ഒരേ നിലപാട് സ്വീകരിച്ചു, അവിടെ മത്സരിച്ചു. അതാണ്, അല്ലാതെ ആ സീറ്റ് നിശ്ചയിച്ചതിലുള്ള പോരായ്മയല്ല, മറിച്ച് ശ്രീ പൊടിയൻ വർഗീസിനോടുള്ള പാർട്ടിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് പാലിക്കാൻ ബാധ്യസ്ഥയായതുകൊണ്ട് അവരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരം. അപ്പോൾ അവർ അത് തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാതെ വന്നപ്പോൾ ആ വാർഡ് അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, തോമസ് ജയിച്ചത്
UDFിൻ്റെ വോട്ട് കൊണ്ടല്ല. UDFിൻ്റെ കുറച്ച് വോട്ട് പോയേക്കാം. LDFിൻ്റെ സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ 60 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി വോട്ട് അവിടെ പോയി. ഇപ്പോൾ 150ഓളം വോട്ടുകൾ അല്ലെങ്കിൽ 200ഓളം വോട്ട് LDFിന് അവിടെ ഉണ്ട്. ആ വോട്ട് എവിടെ പോയത്? LDFിനാണ് പോയത്. LDFിൻ്റെ വോട്ട് ഇവിടെയാണ് പോയത്. തോമസാണ്. അപ്പോൾ തോമസ് ജയിച്ചത് LDFിൻ്റെ വോട്ടും കുറച്ച് UDF വോട്ടുകൾ തോമസിന് പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തോമസ് മുമ്പ് അവിടെ കൗൺസിലറായിരുന്നതാണ്. അങ്ങനെയാണ്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയിപ്പോഴല്ല. പിന്നെ പോറ്റൂർ എന്താണ്? പോറ്റൂർ ഞങ്ങൾ ശിവൻപിള്ള എന്ന് പറയുന്ന കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്ന സുരേന്ദ്രനെ പോലെ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന ഒരു നേതാവാണ്. ഇപ്പോൾ INTUC ജില്ലാ സെക്രട്ടറിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡാണത്. അവിടെ അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടുത്തെ വാർഡ് കമ്മിറ്റി കൂടിയപ്പോഴും ശിവൻപിള്ളയുടെ പേരാണ് വാർഡ് കമ്മിറ്റി തീരുമാനിച്ചത്. ഞങ്ങൾ സുരേന്ദ്രനോട് പറഞ്ഞു, മലപ്പാറ ഒരു സീറ്റുണ്ട്, പാത്തല്ലൂർ സീറ്റുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ 2-3 സീറ്റുകൾ ഞങ്ങൾ സുരേന്ദ്രന് ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ ഞങ്ങൾ സുരേന്ദ്രനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. സുരേന്ദ്രൻ അവിടെ എങ്ങും മത്സരിക്കാൻ തയ്യാറായില്ല. ഒരു വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് ആ വാർഡിൽ തന്നെ മത്സരിക്കണമെന്നുള്ള ഒരു നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സുരേന്ദ്രൻ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് സുരേന്ദ്രന് അവിടെ സുരേന്ദ്രൻ മത്സരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രനെ ഞങ്ങൾക്ക് നടപടിയെടുക്കേണ്ടത്. സുരേന്ദ്രൻ അവിടെ ജയിച്ചു, അത് ശരിയാണ്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് അവിടെ ശിവൻപിള്ളയ്ക്ക് കൊടുത്തത്. മറ്റ് വാർഡുകൾ മത്സരിച്ച് ജയിക്കാവുന്ന വാർഡുകൾ, ഇപ്പോൾ മലപ്പാറ വാർഡ് സുരേന്ദ്രൻ അവിടെ നിന്നാലും ജയിക്കാമായിരുന്നു. അത് ക്രിസ്ത്യൻ അവിടെ ഇപ്പോൾ നമ്മുടെ UDF ആണ് ജയിച്ചത്. അപ്പോൾ അവിടെ സുരേന്ദ്രൻ പോകാൻ തയ്യാറായില്ല. സുരേന്ദ്രൻ ഒരു നിലപാടെടുത്തു, ഞാൻ അവിടെയും മത്സരിക്കത്തുള്ളൂ. അവസാനം അവിടെ മത്സരിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴാണ് സുരേന്ദ്രൻ റിബലായിട്ട് വിമതനായിട്ട് മത്സരിച്ച് സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്തു. ഈ ഒരുപക്ഷെ സംസ്ഥാനത്ത് മറ്റെങ്ങും ഇല്ലാത്തവിധം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതും കൊട്ടാരക്കരയിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ KSU നേതാക്കളോ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ പരസ്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അതിന് ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ KSUവിൻ്റെ നേതാക്കൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിലെ യൂണിയൻ വൈസ് ചെയർമാനായിരുന്ന ജോസ്ന നെടുവത്തൂർ പഞ്ചായത്തിലെ വെമ്മണ്ണൂർ സീറ്റ് കൊടുത്തു, അവിടെ ജയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മുനിസിപ്പാലിറ്റി 2-ാം വാർഡിൽ മത്സരിച്ചത്, പവിജ പന്ന. യൂത്ത് കോൺഗ്രസിൻ്റെ കൊട്ടാരക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് വെളിയം പഞ്ചായത്തിലെ ഓടനാവട്ടം വാർഡിൽ ജയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ കുളക്കട മണ്ഡലം പ്രസിഡന്റിന് പൊങ്ങമ്പാറ സീറ്റ് വിജയസാധ്യത ഇല്ലാതിരുന്നിട്ടും അവിടുത്തെ വാർഡ് പ്രസിഡൻ്റാണ് അവിടുത്തെ വാർഡ് കമ്മിറ്റി തീരുമാനിച്ചതും വിജയസാധ്യത ഉണ്ടായിരുന്നത്. എന്നിട്ടും യൂത്ത് കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വിജയസാധ്യത ഇല്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് പൊങ്ങമ്പാറ സീറ്റ് കൊടുത്തത്. അതിൽ പ്രതിഷേധിച്ച് വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥി പാർട്ടി വിട്ടുപോവുകയും CPM സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. ഇനി ഇവിടെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ ഈ മണ്ഡലത്തിലുള്ള ആളല്ല. ഇവിടെ ഞങ്ങൾക്കാർക്കും അറിയാവുന്ന ഒരാളുമല്ല. അയാൾ പത്തനാപുരം കേന്ദ്രീകരിച്ച് പത്തനാപുരത്ത് കച്ചവടം, കോഴി കച്ചവടം, അങ്ങനെ എന്തോ കോഴി കച്ചവടമുള്ള ഒരു കച്ചവടക്കാരൻ്റെ മകനാണ് അദ്ദേഹം. ആ പയ്യൻ പത്തനാപുരം കേന്ദ്രീകരിച്ച് കോഴി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പത്തനാപുരത്ത് വന്ന അസംബ്ലിയിൽ മത്സരിച്ച ഒരു കോൺഗ്രസ് നേതാവിനെ സ്വാധീനിച്ചും അല്ലെങ്കിൽ അയാളെ പരിചയപ്പെട്ട് അയാളുടെ ഒരാളായി പത്തനാപുരത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് KSU സംസ്ഥാന കമ്മിറ്റിയുടെ പുനഃസംഘടന വരുന്നത്, ജില്ലാ കമ്മിറ്റിയുടെ പുനഃസംഘടന. ആ സമയത്ത് ആ പത്തനാപുരത്ത് മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി യുടെ ഒരു വിശ്വസ്തനായി ഇയാൾ മാറിയപ്പോൾ അയാൾ രമേശ് ചെന്നിത്തലയെ സ്വാധീനിച്ച് ഈ 14 KSU ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൊല്ലം ജില്ല വേണമെന്ന് ആവശ്യപ്പെടുകയും അത് നേതൃത്വം കൊടുത്തു. അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഈ പത്തനാപുരത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മത്സരിച്ച് തോറ്റ ആളിൻ്റെ ശുപാർശയിൽ ഇയാളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയില്ല, കൊട്ടാര കോളേജിൽ കുട്ടികൾക്കറിയില്ല, ആർക്കും അറിയാത്ത ഒരാൾ KSU ജില്ലാ പ്രസിഡൻ്റായി വന്നു.
എന്നിട്ട് കേസ് ജില്ലാ പ്രസിഡൻ്റാക്കിയതിനു ശേഷം അയാളെ കൊട്ടാരയിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് കൊടിക്കുന്ന് സുരേഷിനെതിരായിട്ട് പ്രവർത്തിച്ചോളാൻ നിർദ്ദേശം നൽകി. അങ്ങനെ ഞങ്ങളാരും അറിയാതെ കൊട്ടാര മുസ്ലിം സ്ട്രീറ്റിൽ പാഠപുസ്തക വിതരണം, പിന്നെ നോട്ട് ബുക്ക് വിതരണം, പിന്നെ യൂണിഫോം വിതരണം എവിടെ മുസ്ലിം സ്ട്രീറ്റിൽ, അതൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നവരാ ഈ നേതാവാണ് ഇവിടെ വന്ന് ഉദ്ഘാടനം. അപ്പോൾ ഇവിടുത്തെ വാർഡ് കമ്മിറ്റി അറിയുന്നില്ല, ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി അറിയുന്നില്ല, ഇവിടുത്തെ നേതാക്കൾ ആരും അറിയുന്നില്ല. അപ്പോൾ അവിടെ പതുക്കെ എനിക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നേതൃത്വത്തിനെതിരായിട്ടൊരു ഒരു 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 പോരാട്ടത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. അയാളുടെ അയാളുടെ ഫാദർ ഇവിടെ കണ്ട ഈ കൊട്ടാരക്കരയുള്ള ആളാണ്. പക്ഷേ ഇയാൾ പത്തനാപുരത്തായിരുന്നു ജനിച്ചതും വളർന്നതും താമസിച്ചതും പഠിച്ചതൊക്കെ അവിടെയായിരുന്നു. ഇനി എന്താണ്, ഇയാൾ സീറ്റ് ചോദിച്ചു. എങ്ങനെ സീറ്റ് കൊടുക്കേണ്ടത് മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിലാണ് കൊടുക്കേണ്ടത്. മുസ്ലിം ഭൂരിപക്ഷ വാർഡുകൾ ഏതൊക്കെയാണ്? 1-ാം വാർഡ് പട്ടികജാതി ജനറൽ. 2-ാം വാർഡ് ഏതാ? പട്ടികജാതി വനിത. 3-ാം വാർഡ് ഏതാ? വനിതാ ജനറൽ. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം റിസർവേഷനായി. പിന്നെ ഏത് വാർഡ് കൊടുക്കും? അത്രയ്ക്ക് സ്വാധീനം. ഇവിടെ മറ്റ് വാർഡുകളിൽ കൊണ്ട് നിർത്താൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള വാർഡിൽ നിന്നും കൊണ്ട് നിർത്തിയാൽ ജയിക്കുന്ന അങ്ങനെ ഒരു താരമൊന്നും അല്ലല്ലോ. അത്രയ്ക്ക് വലിയൊരു ഫേമസായ ഒരു നേതാവുമല്ലല്ലോ. അപ്പോൾ മുസ്ലിം മെജോറിറ്റിയുള്ള വാർഡുകളിൽ 1-ാം വാർഡ് പട്ടികജാതി പുരുഷൻ, 2-ാം വാർഡ് പട്ടികജാതി വനിത, 3-ാം വാർഡ് വനിതാ ജനറൽ. പിന്നെ ഉള്ളത് എവിടെയാണ്? ചെന്തറ എന്ന് പറയുന്നത് ഗണപതി അമ്പലത്തിൻ്റെയും പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിൻ്റെയും സമീപത്തുള്ള വാർഡാണ്. അവിടെ ഒരു 150 മുസ്ലിം വോട്ടുമുണ്ട്. അവിടെ RSP മത്സരിക്കുന്ന സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം RSP മത്സരിച്ചാണ്. അപ്പം RSPക്ക് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി നൽകുന്ന 3 സീറ്റുകളിൽ ഒന്നാണ് ചെന്തറ. ആ ചെന്തറ RSPക്ക് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ മുസ്ലിം ലീഗിനാണ് 2-ാം വാർഡ്. കഴിഞ്ഞ പ്രാവശ്യം 2-ാം വാർഡിൽ വിളിച്ച മുസ്ലിം ലീഗാണ്. ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ഞങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, ഇത്തവണ നിങ്ങൾക്ക് സീറ്റ് തരാൻ കഴിയില്ല, അവിടെ പട്ടികജാതി വനിതയാണ്, നിങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥാനാർത്ഥിയില്ല, ഞങ്ങൾക്ക് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പട്ടികജാതിക്കാരിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇവിടെ നിർത്തുകയാണ്, ഇത്തവണ നിങ്ങൾക്ക് സീറ്റ് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവരെ ലീഗിൻ്റെ അവകാശപ്പെട്ട മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട സീറ്റ് കഴിഞ്ഞ UDFൻ്റെ തീരുമാനം എന്താണ്? സ്റ്റാറ്റസ് കോ ആണ്. മുൻകാലങ്ങളിൽ മത്സരിച്ച വാർഡുകൾ അവർക്ക് തന്നെയെന്നുള്ള ആ സ്റ്റാറ്റസ് കോയെയും മറികടന്നുകൊണ്ടാണ് ലീഗിൻ്റെ സീറ്റ് എടുത്തിട്ടാണ് ആർക്ക് കൊടുത്തത്? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലീഗിൻ്റെ സീറ്റാണ്, നിങ്ങൾ മത്സരിച്ചോ, നിങ്ങൾ അവിടെ നിന്ന് ഒരു പട്ടികജാതിക്കാരിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചോ എന്ന് പറയാമായിരുന്നു. നമ്മളത് പറയാതെ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് മത്സരിക്കാൻ വേണ്ടി ലീഗിൻ്റെ സീറ്റ് എടുത്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എവിടെ നിർത്തും? ഈ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളിനെ ഇവിടെ നിർത്തും. മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളെല്ലാം ഈ ഒരവസ്ഥ. ഇത് മനഃപൂർവ്വം കേരളത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന് കൊടുത്തു കേസും കൊട്ടാരക്കരയിലല്ലാതെ മറ്റൊരു നിയോജകമണ്ഡലത്തിലും ഇത്രയും വലിയ പ്രാതിനിധ്യം KSUവിനും യൂത്ത് കോൺഗ്രസിനും ഒരിടത്തും കൊടുത്തിട്ടില്ല. ഇതാണ് വസ്തുത. ഞാൻ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന പാർലമെൻറ്റ് അംഗമാണ്. ഇതുപോലെയുള്ള ഇന്നലെ ഇങ്ങോട്ട് വന്ന ഈ പാർട്ടിയുടെ ഈ KSUവിലും കോൺഗ്രസിലും ഒക്കെ പല പരിഗണന വെച്ച് സ്ഥാനങ്ങൾ നേടി വന്നവരെ എന്നെപ്പോലെയുള്ള പാർട്ടിയിലെ ഇത്രയും ഉയർന്ന ഹൈറാർക്കിയിലിരിക്കുന്ന നമ്മളെയൊക്കെ വെല്ലുവിളിക്കുക, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് ധിക്കാരപരമായി സംസാരിക്കുക, അത് DC ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കൈ ചൂണ്ടിയും വിരൽ ചൂണ്ടിയും ധിക്കാരപരമായി സംസാരിക്കുക, ഇതൊക്കെയാണ് KSUവിൻ്റെ ശൈലി. ഇപ്പോൾ KSUവിൻ്റെ നേതാവിൻ്റെ ശൈലി ഇതൊക്കെയാണ്. ആരുടെ ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങളൊക്കെ KSUവിൽ കൂടെ വന്നതാണ്. ഞങ്ങൾ KSUവിലും യൂത്ത് കോൺഗ്രസ് വന്നതാണ്. ബഹുമാനിക്കേണ്ട സീനിയർ നേതാക്കളെല്ലാം ബഹുമാനിച്ചും ആദരിച്ചും അവരോട് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു വന്നവരാണ് ഞങ്ങളൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പാർട്ടിയിൽ പടിപടിയായി വന്നവരാണ് ഞങ്ങൾ. ഈ ജില്ലാ പ്രസിഡന്റ് താഴെ യൂണിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ? താലൂക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഒരു ബി ടീമായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്. ബാലകൃഷ്ണപിള്ള സാറാണ് കോൺഗ്രസിന് സീറ്റ് കൊടുക്കുന്നത്. ബാലകൃഷ്ണപിള്ള സാറ് തീരുമാനിക്കുന്ന സീറ്റാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇന്ന് അതാണോ കൊട്ടാരക്കര കോൺഗ്രസ്? ഈ കൊട്ടാരക്കരയിൽ ഇത്രയും LDFുമായിട്ടും BJP ആയിട്ടും പോരാട്ടം നടത്താൻ, മത്സരം നടത്താനുള്ള പ്രാപ്തി നേടിയത് കേരള കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്നപ്പോൾ തന്നെ ബാലകൃഷ്ണപിള്ളയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ഒറ്റയ്ക്ക് മത്സരിച്ച് സീറ്റുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായി? ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ഈ കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തകർക്ക് ധൈര്യം കൊടുത്താരാ? കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ വന്നാരാ? കേരള കോൺഗ്രസ് LDFിലേക്ക് പോയപ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാതെ നിരവധി ആളുകൾ കോൺഗ്രസ്സിലേക്ക് വന്നത് ആരെ കണ്ടുകൊണ്ടാണ്? ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ തീരുമാനത്തെ യോജിക്കാനില്ല, ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് വന്നു. പൊടിയം വർഗീസ് വന്നു, ബ്രജേഷ് എബ്രഹാം വന്നു, കണ്ണാട്ട് രവി വന്നു, ശിവമ്പിള്ള വന്നു, പൂവറ്റൂർ സുരേന്ദ്രൻ വന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കേരള കോൺഗ്രസ് ബിയുടെ എത്രയെത്ര നേതാക്കന്മാരായ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് അവർ വന്നത്? എന്തുകൊണ്ട് അവർ CPM പോയില്ല? എന്തുകൊണ്ട് അവർ BJP പോയില്ല? CPI പോയില്ല? അവർ കോൺഗ്രസ്സിലേക്ക് വന്നത് കാരണം എന്താ? കോൺഗ്രസ്സിന് ഇവിടെ ലീഡർഷിപ്പ് ഉണ്ട്, ഒരു നേതാവുണ്ട്, ഒരു നേതൃത്വമുണ്ട് എന്നുള്ളതുകൊണ്ട് അവരിവിടെ വന്നു. ഈ കൊട്ടാരക്കരയിൽ ഒരു കോൺഗ്രസ് പാർട്ടി കയറിയിരിക്കാൻ ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഒരു കമ്മിറ്റി കൂടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് കൊട്ടാരക്കരയിൽ കാണുന്ന കോൺഗ്രസ് ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ്. ഇത്തരം ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്, DCC ഓഫീസുകളുണ്ടാവാം, KPC, പക്ഷേ കൊട്ടാരക്കരയിൽ ഇത്തരമൊരു ഓഫീസ് സംവിധാനം കോൺഗ്രസ്സിന് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാരും നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു വലിയ ഓഫീസ് സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത് അഭിനന്ദിക്കുക ചെയ്തത്. അല്ല, കൊല്ലത്തെയും കേരളത്തിലെ നേതാക്കന്മാർ പല മീറ്റിങ്ങിന് വന്നിട്ട് അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയൊരു ഓഫീസോ, ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്, ഇതൊക്കെ ആരുണ്ടാക്കിയത്? ഇവിടെ കോൺഗ്രസ്സിനെ അവർ നിലനിർത്തുന്നത്, പ്രവർത്തകർക്ക് നിലനിർത്തുന്നതെല്ലാം ആരാ? കഴിഞ്ഞ 10-30-40 വർഷമായി കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ സ്ഥിരതാമസമായതിനു ശേഷം ഉണ്ടായ പാർട്ടിയുടെ വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു KSUവിൻ്റെ ഒരു ജില്ലാ പ്രസിഡൻറ്റ് എന്നെപ്പോലെ ഒരാൾക്കെതിരായിട്ട് ഫേസ് പോസ്റ്റ് ഇട്ടിട്ട് അത് മുഴുവൻ ചാനലുകളിൽ അത് ക്യാരി ചെയ്യിപ്പിച്ച് കേരളത്തിലെമ്പാട് UDFിനുണ്ടായ വിജയത്തിൻ്റെ ശോഭ കെടുത്തുകയാണ് ചെയ്തത്. വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് കൊട്ടാരക്കരയിൽ പരാജയപ്പെട്ടതുപോലെ പുല്ലൂർ പരാജയപ്പെട്ടില്ലേ? പുല്ലൂരിൽ മുനിസിപ്പാലിറ്റിയിൽ ഭരണം കിട്ടിയില്ല. പഞ്ചായത്തുകൾ 8 പഞ്ചായത്തിൽ 2 പഞ്ചായത്ത്, കുളത്തുപുഴ, ഇടമുളയ്ക്കൽ 2 പഞ്ചായത്ത് ഇട്ടു. ആര്യങ്ക തോറ്റു, തെന്മല തോറ്റു, എരൂര് തോറ്റു, കരവാളൂർ തോറ്റു, അഞ്ചൽ തോറ്റു. എന്താ അവിടുത്തെ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ കേസ് നേതാക്കൾ പ്രതികരിച്ചില്ലല്ലോ. അവിടുത്തെ ഈ പറയുന്ന KPCC ജനറൽ സെക്രട്ടറി പത്തനാപുരത്ത് എല്ലാം പിടിച്ചെടുത്തു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളിൻ്റെ സ്വന്തം നാടാണ് പുല്ലൂരും അഞ്ചലും. അയാളിപ്പോൾ ഈ KSU ജില്ലാ പ്രസിഡന്റ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ്? പത്തനാപുരം മൊത്തം ആര് പിടിച്ചടക്കിയെന്ന? പത്തനാപുരം മൊത്തം ആര്? അദ്ദേഹം പിടിച്ച. എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വാർഡിൽ കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത്. 2 തവണയായിട്ട് BJP ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചൽ പഞ്ചായത്തിലെ പനയഞ്ചേരി BJP ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അഞ്ചൽ പഞ്ചായത്തിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. സ്വന്തം നാട് ആദ്യം നോക്കണ്ടേ, സ്വന്തം വീട്. ഈ പറയുമ്പോഴും പത്തനാപുരം ഒരിക്കലും മാറത്തില്ലെന്ന് കരുതിയ പത്തനാപുരത്ത് വലിയ മാറ്റം ഉണ്ടായില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? അത് ആര് മുഖാന്തരം ഉണ്ടായത്? പത്തനാപുരത്തെ പാർട്ടി എന്ന് പറയുന്നത് 5 വർഷം കൊണ്ടുണ്ടായ പാർട്ടിയല്ല പത്തനാപുരത്ത്. ഈ പറയുന്ന ആൾ പത്തനാപുരത്ത് മത്സരിക്കാൻ വന്ന 2021 മുതലുള്ള പാർട്ടിയല്ലല്ലോ കോൺഗ്രസ് പാർട്ടി പത്തനാപുരത്ത്. കോൺഗ്രസിൻ്റെ കൊട്ടാരക്കരയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് മേലിലെയും വെട്ടിക്കവലയും. ആ 2 പഞ്ചായത്തുകൾ അങ്ങോട്ട് പോയി, പത്തനാപുരത്തേക്ക് പോയി. പകരം ഈ കൊട്ടാരക്കരയിലേക്ക് വന്നതാ
വെളിയവും കരിയിപ്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ 2 പഞ്ചായത്തുകളാണ്. 2 പഞ്ചായത്ത്, എഴുകോൺ, നെടുവത്തൂർ അസംബ്ലി വേണം ഇല്ലാതാകുകയും ആ നെടുവത്തൂർ അസംബ്ലി വേണ്ട 4 പഞ്ചായത്തിൽ നിന്നോട്ട് കയറി. പകരം കോൺഗ്രസിനും UDFനും നല്ല അടിത്തറയുള്ള 2 പഞ്ചായത്തുകൾ അങ്ങോട്ട് പോയി, പത്തനാപുരത്തിന് പോയി. ആ പത്തനാപുരത്ത് ഉള്ള ഈ പഞ്ചായത്തുകളിൽ പാർട്ടി ഉണ്ടാക്കിയതാരാ? 1989 ഞാനിവിടെ MP ആയി വന്നതിന് ശേഷമാണ് പുനലൂരിലായിരുന്നാലും പത്തനാപുരത്തായിരുന്നാലും കൊട്ടാരക്കരയായിരുന്നാലും നെടുവത്തൂരിലായിരുന്നാലും കോൺഗ്രസ് പാർട്ടിക്കൊരു ജീവനുണ്ടായി, ഊർജ്ജം ഉണ്ടായത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു സംവിധാനം ഈ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുണ്ടായി ഞാൻ വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് പാർട്ടി വളർന്നത്. അങ്ങനെയാണ് തൊഴിലാളി മേഖലയിൽ, കശുവണ്ടി രംഗത്ത്, എല്ലാ രംഗത്തും നമ്മൾ നേരത്തെ ഇവിടെ ഒരു ലീഡർഷിപ്പ് വാക്യൂം ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടുത്തെ പ്രവർത്തകർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനൊരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. 89 ഞാൻ വന്നതിന് ശേഷമാണ് ഞാനിവിടെ കേന്ദ്രീകരിച്ചതിന് തുടർന്നാണ്. അതാണ് ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള എന്നോട് പിണങ്ങാൻ കാര്യം എന്താ? എനിക്കെതിരെ അദ്ദേഹം എന്നെ തോൽപ്പിക്കാൻ അദ്ദേഹം തയ്യാറായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, അദ്ദേഹത്തിൻ്റെ തട്ടകമായ കൊട്ടാരക്കര പത്തനാപുരം താലൂക്കുകളിൽ കോൺഗ്രസ് ശക്തമായി മുന്നേറുന്നു. അതിന് കാരണക്കാരനാരാണ്? അദ്ദേഹത്തിനോട് പറഞ്ഞ് ഞാനാണ് കാരണക്കാരെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി കുറയുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നു, അവർക്ക് പുതിയ ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചത്. 2 തെരഞ്ഞെടുപ്പിൽ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2018 തെരഞ്ഞെടുപ്പിൽ രഹസ്യമായിട്ടും 2004 തെരഞ്ഞെടുപ്പിൽ UDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു കൊണ്ട് പരസ്യമായും എനിക്കെതിരായിട്ട് പ്രവർത്തിച്ച് എന്നെ തോൽപ്പിച്ചതാണ്. ആ പത്തനാപുരം ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം എന്താ? അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുന്നതും അവിടെ പാർട്ടി ഈ പ്രവർത്തകരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതും MP എന്ന നിലയിൽ ഞാനാണ്. MP ഫണ്ടുകൾ അവർ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ കൊടുത്ത് അവിടെയൊക്കെ പാർട്ടിക്ക് വേരുണ്ടാക്കുന്നവരാ. അതുപോലെ മറ്റ് ഫണ്ടുകളും മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുത്ത് പാർട്ടി പ്രവർത്തനം നിലനിർത്തുന്നവരാ. 5 വർഷം കൊണ്ട് പത്തനാപുരത്ത് ഉണ്ടായ പാർട്ടിയല്ല. അങ്ങനെ ഒരു പാർട്ടി അവിടെ ഉണ്ടായിട്ടില്ല. പത്തനാപുരത്ത് ഉണ്ടായ പാർട്ടിക്ക് നല്ല സംവിധാനമുള്ള ഒരു നിയോജകമുള്ള പത്തനാപുരം. അവിടെ മാമി സാറ്, നേരത്തെ ഇരുന്ന P രാമേന്ദ്രൻ നായർ, മാമി സാറ്, അതിനുശേഷം CR നജീബ്, ഇങ്ങനെയുള്ള ഒട്ടനവധി നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത സമ്പന്നമായ പാർട്ടി നേതൃത്വമുള്ള, തൊഴിലാളി മേഖലയിൽ ശക്തമായി സാന്നിധ്യമുള്ള, ഫോറസ്റ്റ് മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെല്ലാം നല്ല ശക്തമായ സംവിധാനമുള്ള ഒരു നിയോജകം പത്തനാപുരം. കൂടെ കോൺഗ്രസ്സിന് എപ്പോഴും പിന്നോക്കത്തിൽ നിന്നിരുന്ന ആര്യങ്കാവും തെന്മലയും പുനലൂരിലേക്ക് ചേർക്കപ്പെടുകയും തുടർന്ന് മെയിലെയും വെട്ടിക്കവലയും പത്തനാപുരത്തേക്ക് ചേർന്നപ്പോഴാണ് അവിടെ UDFന് മുൻതൂക്കം ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഇടിമിറ്റിന് ശേഷം വന്ന് 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ UDFന് അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പാർലമെൻറ്റിൽ നമുക്ക് ഭൂരിപക്ഷം 14,000-15,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരുന്ന മണ്ഡലമാണ് പത്തനാപുരം. അതാണ് എൻ്റെ വസ്തു. അല്ലാതെ ഇപ്പോൾ വന്ന അല്ലെങ്കിൽ 5 വർഷം കൊണ്ടുണ്ടായ വിജയത്തിൽ വലിയ റോളില്ല, ഒരു റോളുമില്ല, ഒരു പങ്കുമില്ല, ഒരു റോളുമില്ല. പറയട്ടെ, എവിടെയാണ് റോളുള്ളത്? പറയട്ടെ. അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ അധ്വാനമാണ്. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് MP ഫണ്ട് ഉപയോഗിച്ചും മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചും അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഓടിയെത്തുകയും അതൊക്കെ ചെയ്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വിജയമാണ്. അതിന് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ നേട്ടമായിട്ട് പത്തനാപുരത്തെ വിജയം ചിത്രീകരിക്കുകയാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായത്, ജില്ലാ പഞ്ചായത്ത് തലവൂര് ജയിച്ചത് ആ സ്ഥാനാർത്ഥിയുടെ മികവാണ്. അതുപോലെ വെട്ടിക്കവല ഡിവിഷൻ ജയിച്ചത് സ്ഥാനാർത്ഥിയുടെ മികവാണ്. ഈ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് ഞാനാണ്. പത്തനാപുരത്ത് ഒരിക്കലുമില്ലാത്ത രീതിയിൽ പട്ടാഴി വടക്കേക്കരയും പത്തനാപുരം പറവന്തൂർ പഞ്ചായത്ത് ജയിക്കാൻ കാരണം എന്താണ്? അതിനൊരു കാരണമുണ്ട്. പത്തനാപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി കേരള കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മത്സരത്തിലെല്ലാം തന്നെ
കേരള കോൺഗ്രസ്സിന് ഒരു പ്രോപ്പർ കാൻഡിഡേറ്റ് LDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് സമാനമായ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് പത്തനാപുരത്ത് ജില്ലാ പഞ്ചായത്ത് നമ്മൾ ദയനീയമായി തോറ്റുകൊണ്ടിരുന്നു. ബെന്നി കക്കാടിൻ്റെ ബ്രദറിനെ നിർത്തി 18,000 വോട്ടിന് തോറ്റു. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു കേരള കോൺഗ്രസ്സുകാരിയെ കൊണ്ടുവന്ന് നിർത്തി 17,000 വോട്ടിന് തോറ്റു. അതിനു മുമ്പ് 20,000 വോട്ടിന് തോറ്റു. അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ പത്തനാപുരത്ത് നിർത്തുമ്പോൾ ആ 15,000, 16,000, 17,000, 20,000 വോട്ടിനാണ് നോക്കുന്നത്. ആ സ്ഥാനാർത്ഥിയുടെ വീക്ക്നെസ് കൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ആ ഡിവിഷനിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? ഒരു എഫക്റ്റീവായ ഒരു സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് LDFിൻ്റെ മികച്ച സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എന്ത് പറ്റി? വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും വാർഡുകളിലും നമ്മൾ തോറ്റു. അത് ബാധിക്കും. ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വീക്കാണെങ്കിൽ അത് നമ്മളുടെ വാർഡിലും ബ്ലോക്കിലും ഡിവിഷനിലും അത് ബാധിക്കും. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് അതാണ് സംഭവിച്ചത്. എന്നാൽ ഇത്തവണ ഞാനൊരു നിലപാടെടുത്തു. ഞാനെടുത്ത നിലപാടെന്താ? കേരള കോൺഗ്രസ്സിന് പത്തനാപുരം സീറ്റ് കൊടുക്കരുത്. അവർക്ക് പട്ടികജാതി സംവരണമാണ്, പട്ടികജാതി പുരുഷ സംവരണമാണ്. അവിടെ ജയിക്കാൻ പറ്റുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനില്ല. അവരെവിടെന്നെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കേരള കോൺഗ്രസിൻ്റെ പേരിൽ അവിടെ നിർത്തിയാൽ നമുക്ക് വീണ്ടും അവിടെ പരാജയം ഉണ്ടാകും. ഞാൻ എടുത്ത നിലപാട് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് പറഞ്ഞു അവർക്ക് വേറൊരു സീറ്റ് കൊടുക്കും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു അവർക്ക് കരവാളൂർ ഇടമുളയ്ക്കലിൻ്റെ അറയ്ക്കൽ ഭാഗം വരുന്ന, എരൂരിൻ്റെ കുറേ ഭാഗം വരുന്ന, അഞ്ചലിൻ്റെ കുറേ ഭാഗം വരുന്ന ഡിവിഷൻ. കേരള കോൺഗ്രസ് നേതാവ് മോഹനപിള്ളയുടെ ഡിവിഷൻ കൂടിയാണ് കരവാളൂർ. അവിടെ ഒരു വനിതാ സംവരണമാണ്. ആ വനിതാ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ നിങ്ങളൊരു വനിതാ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ നിർത്തുക. ഇനി നിങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ തരാം. ഇവരത് കേട്ടില്ല. ഇവരത് പത്തനാപുരത്തെയും മത്സരിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് നിലപാടെടുത്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ തിരുവനന്തപുരം ഇനിയൊരു പത്തനാപുരത്ത് ഒരു ദയനീയമായ പരാജയം നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് ഞാൻ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിന് അവിടെ സ്ഥാനാർത്ഥി ആലുവിള ബിജു എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ നിർത്തിയത്. അയാൾ നല്ല രീതിയിൽ മത്സരിച്ചു. അയാൾ സ്ഥാനാർത്ഥിത്വം വാങ്ങി അവിടെ ചെല്ലാൻ ഒരു 2 ആഴ്ച താമസിച്ചു. കാരണം ഈ ഒരു തർക്കം കേരള കോൺഗ്രസിന് അവർ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ അവർ തയ്യാറായില്ല. മാത്രമല്ല അവർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥി പോക്സോ കേസിൽ പ്രതിയാണ്. പോക്സോ കേസിൽ 14 ദിവസം ജയിലിൽ കിടന്നയാളാണ്. ആരുടെ സ്ഥാനാർത്ഥി? കേരള കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന ആ സ്ഥാനാർത്ഥി പോക്സോ കേസിൽ പ്രതിയായി 15 ദിവസം ജയിലിൽ കിടന്നു. പിന്നീട് അയാളെ ആ കേസിൽ നിന്ന് സ്കോഷ് ചെയ്ത് പോയി. അത് വേറെ പ്രശ്നം. പക്ഷേ അത് പിന്നെ വിട്ടോ പക്ഷേ 14 ദിവസം പോക്സോ കേസിൽ അകത്ത് കിടന്ന ഒരാളാണ് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആയുധമാകില്ലേ? അതെല്ലാവരും ബാധിക്കത്തില്ലേ? തീർച്ചയായും. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഗുണം UDFിൻ്റെ സ്ഥാനാർത്ഥി 1,400 വോട്ടിനാണ് തോറ്റത്. ആര്? ജില്ലാ പഞ്ചായത്ത്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 15,000, 20,000 വോട്ടിന് തോറ്റേനെ. അപ്പോൾ 3 ചിഹ്നങ്ങളും വാർഡിൽ കൈപ്പത്തി, ബ്ലോക്കിൽ കൈപ്പത്തി, ജില്ലയിൽ കൈപ്പത്തി, ഇങ്ങനെ 3 ചിഹ്നങ്ങളും കൈപ്പത്തിയായി വന്നതിൻ്റെ നേട്ടമാണ് പത്തനാപുരത്ത് ഈ വിജയം ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി 1,400 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത് കൊണ്ടാണ് പത്തനാപുരത്ത് അങ്ങനെ ഒരു വിജയം ഉണ്ടായത്. അത് മറ്റാരുടെയും വിജയമല്ല. അത് ഫേസ്ബുക്കിൽ കുറിക്കാനും അല്ലെങ്കിൽ റീൽസ് ഇടാനും വാട്സപ്പിൽ കൂടി സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. നിങ്ങളോട് മാത്രമാണ് ഈ വസ്തുത ഞാൻ മാധ്യമങ്ങളിൽ നിങ്ങളോട് മാത്രമാണ്, മീഡിയ വിഷനോട് മാത്രമാണ് ഈ വസ്തുത ഞാൻ പറയുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ വിമർശനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. MPക്കെതിരായ വലിയ മാനസിക സംഘർഷത്തിന് കാരണമായോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ കേരളത്തിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എല്ലാവരോടും എല്ലാ ജില്ലകളിലും ക്യാമ്പയിൻ നടത്താൻ പോകാൻ പറഞ്ഞു പാർട്ടി നേതൃത്വം. ഞാൻ മാത്രം പോയില്ല, ബാക്കി എല്ലാവരും പോയി. ഞാൻ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. കാരണം മറ്റ് ജില്ലകളിൽ പോകുന്നതിനേക്കാൾ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കുറേ പഞ്ചായത്ത് മെമ്പർമാരെയും കുറേ കൗൺസിലർമാരെയൊക്കെ ഉണ്ടാക്കുന്നതാണ്
നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്നു. ഈ നിയോജകം വിട്ട് എങ്ങും പോയിട്ടില്ല. രാവും പകലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും സ്ഥാനാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അത് കണ്ടെത്തി കൊടുക്കാൻ ഞാൻ ഓടി നടക്കുകയായിരുന്നു. പാവപ്പെട്ട പട്ടികജാതി സ്ഥാനാർത്ഥികൾ, വനിതാ അവർക്കൊന്നും തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള സാമ്പത്തികം ഇല്ലാതെ അവർ ബുദ്ധിമുട്ടി. അവരെയൊക്കെ പലരെയും വിളിച്ച് നിർത്തി, നിങ്ങൾ മത്സരിച്ചോ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, പാർട്ടി സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിർത്തി. അവസാനം അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരെയൊക്കെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഓടി നടന്ന് അതിനുവേണ്ടിയുള്ള റിസോഴ്സ് കണ്ടെത്തി പ്രവർത്തിച്ച ആളാണ് ഞാൻ. കേരളത്തിൽ അങ്ങനെ ആരും പ്രവർത്തിച്ചിട്ടില്ല. ഞാനാണ് ആ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത്. ചില സീറ്റുകൾ തോറ്റു, ചില നിയോജകമണ്ഡലങ്ങളിൽ പറഞ്ഞ് വലിയ വിജയം നേടാൻ. പക്ഷേ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി വലിയ മുന്നേറ്റം ഉണ്ടായി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം നമുക്ക് 4 മുനിസിപ്പാലിറ്റിയാണുള്ളത്. ചങ്ങനാശ്ശേരി അത് നമ്മൾ നിലനിർത്തി, ചെങ്ങന്നൂർ അത് നമ്മൾ നിലനിർത്തി, മാവേലിക്കര അത് നിലനിർത്തി. 4 മുനിസിപ്പാലിറ്റി 3 മുനിസിപ്പാലിറ്റിയും ഭരണം ഞങ്ങൾ നിലനിർത്തി. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൊട്ടാരക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ദൗർബല്യങ്ങൾ കൊണ്ട് കൊട്ടാരക്കരയിൽ പരാജയപ്പെട്ടു. അതിന് ബലിയാടാക്കാവോ? അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളിനെ പരസ്യമായി വിചാരണ ചെയ്യാൻ പാടുണ്ടോ? ഇനി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ എത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു? 3 പേരാണ്. 2 എണ്ണം കോൺഗ്രസും 1 RSPയും. ആ 2 കോൺഗ്രസ്സിൽ എവിടെ നിന്നാണ് ജയിച്ചത്? ഒരെണ്ണം കലയപുരത്തുനിന്നും ഒരെണ്ണം വെട്ടിക്കവലയെന്നും. ഒരെണ്ണം കലയപുരത്തുനിന്നും. ഈ 2 നിന്ന് ജയിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി 0 ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ജയിച്ചു. ആ 2 സ്ഥാനാർത്ഥിയെ ജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതാരാ? അതിനുവേണ്ട സാമ്പത്തികം ചിലവാക്കിയാരാ? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 0 ആയിരുന്നേ. ഇവിടെ നിന്ന് 2 പേര് ജയിച്ചാണ് ചെന്നിട്ടാണ് നമ്മുടെ മാനം കാത്തത്, കോൺഗ്രസിൻ്റെ മാനം കാത്തത്. അപ്പോൾ ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് വെട്ടിക്കവല, തലവൂര് 2, ഭരണിക്കാവ് 3, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ 2, 5, കുട്ടനാട് 2, 7, ഏതാണ്ട് 8ഓളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. വെറും 2 ഇടത്തുനിന്ന് 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇന്ന് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. 1 ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ചമ്പക്കുളം. ഇത്തവണ ചമ്പക്കുളം, പത്തനാപുരം, വെളിനാട് എന്ന് പറയുക കുട്ടനാട്ടിലെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് തുല്യമായി. മറ്റ് ചെങ്ങന്നൂരും തുല്യമാണ്. വെട്ടിക്കവല എത്ര? 8ഉം 7ഉമാണ്. 8ഉം 7ഉമാണ്. വലിയ മുന്നേറ്റമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം 15 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് മാവേലിക്കര പാർലമെൻറ്റ്. ഇത്തവണ 40 പഞ്ചായത്ത് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDF ജയിച്ചിട്ടുണ്ട്. എവിടെയാണ് UDFന് ഇവിടെ പരാജയം ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDFന് തിരിച്ചടിയുണ്ടായിട്ടുള്ളത്? വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി നമ്മുടെ കയ്യിലുള്ള മുനിസിപ്പാലിറ്റി ആയിരുന്നില്ല. അത് പരാജയപ്പെട്ടു. ഇത്തവണ നമുക്ക് വിജയിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. പക്ഷേ പോലീസ് റിപ്പോർട്ട് പോലും UDFനാണ് മുൻതൂക്കം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പോലും, നിങ്ങൾ പോലും പ്രവചിച്ചാണ്. പക്ഷേ അവസാന റൗണ്ടിൽ വന്ന അടിയൊഴുക്കുകളും സാമുദായികമായ ഏകീകരണവും കൊണ്ട് ഇവിടെ തോക്കേണ്ടി വന്നു. എംപിക്കെതിരായ വിമർശനങ്ങൾക്ക് സ്പോൺസർമാരുണ്ടോ പാർട്ടിയിൽ നിന്ന് തന്നെ? ഉണ്ട്. ചില നേതാക്കൾ ഇവിടെ വന്നിട്ട് ചില പ്രത്യേക വാർഡുകളിൽ മാത്രം ഉണ്ട്. നമുക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്നെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളും ആ ഒരു സംഘം നടത്തിയല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രീ പോൾ സർവേയിൽ ഞാനിവിടെ തോക്കുമെന്ന് ചാനലുകളെ കൊണ്ട് പറയിപ്പിച്ചത്. പ്രീ പോൾ സർവേയിൽ ചാനലുകൾ 20ൽ 19 സ്ഥലത്ത് UDF ജയിക്കും, മാവേലിക്കര മാത്രം തോക്കുമെന്ന് നിങ്ങളുടെ ചാനലടക്കം, നിങ്ങളുടെ മീഡിയ വിഷനിലെ കേരളത്തിലെ മുഖ്യധാര ചാനലുകളെല്ലാം തന്നെ പ്രീ പോൾ സർവേയിൽ പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഷാജഹാൻ എനിക്കെതിരെ 3 വീഡിയോയിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തത്. ഞാനിങ്ങനെ തുടർച്ചയായി മത്സരിക്കുന്നു, ഇയാൾക്ക് മാറിക്കൊടുത്തൂടെ, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തൂടെ, എന്താണ് അതിൻ്റെയൊക്കെ പിന്നിൽ ആരാ? മറുനാടൻ ഷാജൻ
എനിക്കൊരു പരിചയമില്ലാത്ത ആളാണ്. എനിക്കത് 2 വീഡിയോ ചെയ്തുകൊണ്ട് എന്നെ അപമാനിപ്പിച്ചും ആക്ഷേപിച്ചും വോട്ടർമാരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന വിജയസാധ്യതയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലാരാ ഇതിൻ്റെ പിന്നിൽ ഒരു 100% വിജയിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ ചാനലുകളിലെ പ്രീ പോൾ സർവേയും ഈ ആക്ടിവിസ്റ്റുകളുടെ ഈ ഓൺലൈൻ ആക്ടിവിസ്റ്റുകളുടെ ഈ ഒരു പ്രവചനവും മൂലം ഞാൻ എന്ത് പറ്റി ഒരു തോൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് മാറി. അതിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ തോൽക്കുന്ന സ്ഥാനാർത്ഥി. അവസാനം ഞാൻ തോക്കുന്ന ഒരു ട്രെൻഡിലേക്ക് ഇവർക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. ആരാ? ഈ ആക്ടിവിസ്റ്റുകൾക്കും ഈ പ്രീ പോൾ സർവേക്കും. പക്ഷേ എനിക്ക് ഉള്ള ഗ്രാസ് റൂട്ട് ലെവലിലെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലുള്ള എൻ്റെ പ്രവർത്തനവും ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിടിച്ചു നിന്നു. മറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ 1 ലക്ഷവും 1 ലക്ഷവും 2 ലക്ഷവും വോട്ടിനൊക്കെ ജയിച്ചപ്പോൾ ഞാൻ 10,000 വോട്ടിൻ്റെ ഒരു മാർജിനിലാണ് ഞാൻ ജയിച്ചത്. ഞാനും ജയിച്ച അമേരിക്കയിലെ പാർലമെൻറ്റ് മണ്ഡലം ഒരു പക്ഷേ അത് ഒരു LDF മണ്ഡലമാണ്. ഈ മണ്ഡലം അതിൻ്റെ ഒരു ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അങ്ങനെയാണ്. അവിടെ 4 പ്രാവശ്യം ഈ മണ്ഡലം നിലനിർത്തിയത് എങ്ങനെയാണ്? രാഷ്ട്രീയമായ UDFന് ബേസുള്ള അല്ലെങ്കിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമല്ല. ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. BJPയും കൂടി സജീവമായിട്ടുള്ള ഒരു മണ്ഡലം. ഇവിടെ 4 പ്രാവശ്യം ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. അതിന് ഞാൻ നടത്തിയ ജനപ്രതിനിധി നിലയിൽ നടത്തിയിട്ടുള്ള അധ്വാനവും പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവിധമായ സംരക്ഷണവും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡലം നിലനിർത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ പറഞ്ഞു, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നെ ഒഴിവാക്കണം, എന്നെ ഈ പാർലമെൻറ്റിലേക്ക് ഇനി എന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുക, പാർട്ടി എന്നെ ഒഴിവാക്കണം, പകരം പുതിയ ആളിനെ കണ്ടെത്തണം, പുതിയ ആളുകൾ മത്സരിക്കട്ടെ, എന്നെ ഒഴിവാക്കണം, ഞാൻ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാം, പുതിയ ആളുകൾക്ക്. പാർട്ടിയാണ് എന്നോട് പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എന്നോട് പറഞ്ഞത് മത്സരിച്ചേ പറ്റൂ, അവിടെ വിജയസാധ്യത മാവേലിക്കരയിൽ വിജയസാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ല, മത്സരിച്ചേ പറ്റുമെന്ന് പാർട്ടിയാണ് കർശനമായി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മത്സരിച്ച ആളാണ് ഞാനങ്ങനെ മത്സരിക്കാൻ വേണ്ടി കടിച്ചു തൂങ്ങിയ ആളല്ല. പക്ഷേ ഈ ചാനലുകാരെ കൊണ്ടും ഈ ഓൺലൈൻ ആക്ടിവിസ്റ്റുകളെ കൊണ്ടും എനിക്കെതിരായിട്ട് അതിനൊക്കെ എനിക്ക് വ്യക്തമായ തെളിവുണ്ട്, ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും എന്തിനു വേണ്ടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാൻ വ്യക്തമായിട്ട് തെളിവുണ്ട്. ഇതാണ് അവസ്ഥ. അവർ തന്നെയാണ്, അത്തരം ആളുകളിലാണ് ഇപ്പോഴും എവിടെയൊക്കെ എനിക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ തന്നെ, അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ഒരു KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മുൻനിർത്തിക്കൊണ്ട് ആക്രമണം നടത്തിയത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വരാൻ പോവാം, എങ്ങനെയൊക്കെ ആയിരിക്കും ഒരുക്കങ്ങൾ? എങ്ങനെയൊക്കെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. 3ഉം 4ഉം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് ഒരു നേതൃത്വ യോഗം നടക്കുന്നുണ്ട്. പാർട്ടിയുടെ KPC ഭാരവാഹികളും AICC ഭാരവാഹികളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും MPമാരും MLAമാരും ചേർന്ന ലീഡർഷിപ്പിൻ്റെ 2 ദിവസത്തെ യോഗം നടക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കും. ഇന്ന് 2 ദിവസം മുമ്പ് എറണാകുളത്ത് കൂടിയ UDF തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ അധികം ഈ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ UDFിലൂടെയും കോൺഗ്രസ് പാർട്ടിയിലൂടെയും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഈ നമ്മുടെ ഒരു വിലയിരുത്തൽ കേരള കോൺഗ്രസിയുടെ പോക്ക് കോൺഗ്രസിൻ്റെ സീറ്റുകളെ ഗണ്യമായി കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്, ഒരുപക്ഷെ വിജയസാധ്യതയെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിയെ തിരികെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ചർച്ചകളോ ശ്രമങ്ങളോ ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെയൊരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പിന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ പത്തനാപുരത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ
അവർക്ക് ഒരു വളരെ ദയനീയമായ പരാജയമാണ് അവർക്കുണ്ടായത്. ആകെ ഈ LDF മുന്നണിയിൽ കേരള കോൺഗ്രസ് ബിക്ക് 3-4 സീറ്റുകൾ കിട്ടിയിട്ടുള്ള കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലാണ്. വാർഡുകളിലൊക്കെ തന്നെ അവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ഒന്നും അവർക്ക് സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടി UDF വന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഒരു ലെഗസി ബാലകൃഷ്ണ പിള്ളയുടെ ഒരു 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 എന്താണ് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു ആളുകൾ കൊട്ടാരക്കരയിലുണ്ട്. പക്ഷെ അത് പത്തനാപുരത്തില്ല, കൊട്ടാരക്കരയിലേ ഉള്ളൂ. അവരുടെ ഒരു പിന്തുണ UDF കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പോൾ അദ്ദേഹം LDF പോയപ്പോൾ അവിടെ നിൽക്കുക. അത് ഇപ്പോഴവിടെ കുറേയൊക്കെ UDF കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്, കുറേ പേര് തന്നെ. അതുകൊണ്ട് അവർ വന്നാലും ഇല്ലെങ്കിലും UDF നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയും. ഈ റിബലായിട്ട് മത്സരിച്ചവരെയൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള അത് നമ്മുടെ പാർട്ടി KPCC ആണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ പാർട്ടി ഈ റിബലായി മത്സരിച്ച് വിജയിച്ചവരും തോറ്റവരെയൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു പൊതു തീരുമാനം ഉണ്ടാകും. പക്ഷേ സബ്ജക്റ്റ് ടു ലോക്കൽ പ്രാദേശികമായി ഉള്ള മണ്ഡലം കമ്മിറ്റികളുടെയും നേതാക്കന്മാരുടെയും കൂടി അഭിപ്രായം കണക്കിലെടുത്ത് അവരുടെയും കൂടി സമ്മതത്തോടു കൂടി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ പോയി വിമതരായി മത്സരിച്ച് ജയിച്ചോ തോറ്റോ എന്ന് അവരവരുടെ പാർട്ടിക്ക് എടുക്കണം പറയുമ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ നിരാശപ്പെടുത്തിക്കൊണ്ടോ അവരുടെ പ്രതിഷേധം അത് കണക്കിലെടുക്കാതെ ഇവരെ തിരിച്ചു കൊണ്ടുവന്നാൽ വേറൊരു പൊട്ടിത്തെറി പാർട്ടിക്കാണ്. പക്ഷേ അതുകൊണ്ട് റിബലായി മത്സരിച്ചവരും ജയിച്ചവരെ പാർട്ടി കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം അതിനകത്തൊരു തീരുമാനം എടുക്കണം. എന്നിട്ട് ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ അതിനകത്ത് വരും. പ്രാദേശിക കമ്മിറ്റികൾ കൂടി അനുകൂലമാണെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ള ഇത് വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലൊരു UDF അനുകൂല അന്തരീക്ഷം സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് MP-മാരൊക്കെ സംസ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? അല്ല, എന്നോടിങ്ങനെ ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ മറ്റുള്ള MP-മാരോടൊപ്പം എൻ്റെ പേരും അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയും എനിക്ക് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടില്ല. പാർട്ടി നേതൃത്വത്തെ സമീപിക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നോട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒഴിയാൻ തീരുമാനിച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ ഒഴിവാക്കണം, മത്സര രംഗത്തുനിന്ന് എന്നെ മാറ്റണം, എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് തന്നെ സ്റ്റേറ്റിലോട്ട് വരാനാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ്. കാരണം ഞാൻ 27ാമത്തെ വയസ്സിൽ ഡൽഹിയിലേക്ക് പോയ ആളാണ്. 27ാമത്തെ വയസ്സിൽ എനിക്കൊപ്പം ഡൽഹിയിലേക്ക് പോയ എല്ലാ നേതാക്കളും തിരിച്ചു പോന്നു. ആൻ്റണി സാർ തിരിച്ചു പോന്നു, വയലാർജി തിരിച്ചു പോന്നു, മുല്ലപ്പള്ളി രാമൻ തിരിച്ചു പോന്നു, രമേശ് ചെന്നിത്തല തിരിച്ചു പോന്നു, അതുപോലെ കവിത്തോ എല്ലാവരും പോന്നു. ഞാൻ മാത്രമാണ് ഇപ്പോഴും 40 വർഷമായിട്ട് ഇപ്പോഴും ഡൽഹി കേരള എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആരാണ്? ഞാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കണം, മാവേലിക്കരയിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ എനിക്കൊപ്പം വന്നവരും എനിക്ക് ശേഷം വന്നവരും തിരിച്ച് സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. അവർക്ക് അവസരങ്ങൾ എന്നെ മാത്രമാണ് നിരന്തരം ഇങ്ങനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് എൻ്റെ പ്രായത്തിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും ഡൽഹി എന്ന് ഒരു ഷട്ടിൽ പോലെ ആക്കിയിരിക്കുന്നത്. അതിനെനിക്ക് മാറ്റം വരണം. സ്റ്റേറ്റിൽ ഇവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, SC ST വിഭാഗം. അവരുടെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനും ആ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിനോട് പ്രവർത്തിക്കാനും ഇവിടെ ഒരു നേതാവിൻ്റെ അഭാവം ഇന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുവാനോ ഇവിടെ മന്ത്രിയാകാനോ ഉള്ള താല്പര്യമല്ല. മറിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു വിഭാഗം, ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ ഈ കേരളത്തിൻ്റെ അധികാരികളുടെയോ അല്ലെങ്കിൽ കേരളത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് ഒരു ഇതുള്ള ഒരു നേതാവ് ഇന്നില്ലാത്തതിൻ്റെ അഭാവം
ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് ഡൽഹി വിട്ട് ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞാൽ ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ ദളിതരുടെയിലും ആദിവാസികളുടെയിലും ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്ന ഭൂമി പ്രശ്നമുണ്ട്, അതുപോലെ മറ്റ് മേഖലകളൊക്കെ ഉണ്ട്. അങ്ങനെ നേരിടുന്ന ആളുകളെയൊക്കെ സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അവർക്ക് വേണ്ടി നിലപാടെടുത്ത് നിൽക്കണം, അവർക്ക് വേണ്ടി സാമൂഹ്യനീതി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ പ്രായം ഇങ്ങനെ കൂടി വരികയാണ്. എനിക്കിനി ഈ ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള കുറച്ച് സമയം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ആ സമയത്തിനുള്ളിൽ എങ്കിലും എനിക്ക് തിരിച്ചു വരണം, എൻ്റെ സമൂഹത്തോട് എൻ്റെ ജനവിഭാഗത്തോട് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തും. പാർലമെൻറ്റ് അംഗമായാൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം ഒരു വർഷത്തിൽ 3 പ്രാവശ്യം പാർലമെൻറ്റ് സമ്മേളനം, 360 ദിവസമുള്ളതിൽ ഏതാണ്ട് 200 ദിവസവും. അപ്പോൾ പിന്നെ പാർലമെൻറ്റ് കമ്മിറ്റികൾ, ടൂറുകൾ, സ്റ്റഡി ടൂറുകൾ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പാർട്ടി നേതൃത്വം അതിനകത്ത് ഒരു തീരുമാനം എടുത്തില്ല. എന്നോട് വീണ്ടും പലരുമൊക്കെ എനിക്കെതിരെ വിമർശിക്കുന്നവരുണ്ട്. ഞാൻ എന്താ കടിച്ചു തൂങ്ങി കിടക്കുന്നു, ഞാൻ മത്സരിക്കാൻ വീണ്ടും മത്സരിച്ച് ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുന്നില്ല, മാറിക്കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നവരുണ്ട്, അപകീർത്തിപ്പെടുത്തുന്നവരുണ്ട്, എനിക്കെതിരെ പലതരത്തിലുള്ള മോശപ്പെട്ട കമൻറ്റുകൾ ഇടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും യാഥാർത്ഥ്യം അറിയാതെ എന്നെക്കുറിച്ച് അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് എഴുതുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്നവർ. അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. തിരികെ വരാനുള്ള ഒരു മനസ്സുമായിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ ഡൽഹിയിലുള്ളത്. വരുംകാല കേരളീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിമർശനങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഒരിക്കലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് മറുപടി പറയുന്ന രീതിയല്ല എം പിയുടേത്. പറയാനുള്ളത് മീഡിയ വിഷനിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചത് ഹൃദ്യമായ നന്ദി അറിയിക്കണം. നമസ്കാരം.